പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും BJP ജയിച്ചതിൻ്റെ പിന്നിൽ കേന്ദ്രാവിഷ്കൃത സ്കീമുകൾക്ക് എന്ത് പങ്ക്? ഇത് ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ടുന്നൊരു വിഷയമാണ്. പ്രത്യേകിച്ച് 2024 തെരഞ്ഞെടുപ്പിലേക്ക് നാം നീങ്ങുമ്പോൾ BJP സർക്കാർ ഈയിടെയായിട്ട് വലിയ കോലാഹലം കൂട്ടുന്ന ഒരു പ്രശ്നമുണ്ട്. കേന്ദ്രാവിഷ്കൃത സ്കീമുകളിൽ നിന്ന് ക്രെഡിറ്റ് എടുക്കാൻ സംസ്ഥാന സർക്കാരുകൾ നോക്കണ്ട, അത് അവരുടെ പേരിൽ തന്നെ ബ്രാൻഡ് ചെയ്യണം, അവർ തന്നെ നേരിട്ട് കൊടുക്കും. നമ്മുടെ വയോജന പെൻഷൻ നൽകുന്നത് കേന്ദ്രത്തിൻ്റെത് കേന്ദ്രം തനിച്ചു നൽകും എന്ന് പറഞ്ഞ അവസാനം ചമ്മി. കാരണം നമ്മൾ 1600 കേന്ദ്രം തരുന്ന 200 ആണെന്നുള്ളത് മറന്നുപോയി. അത് തന്നെ കേരളത്തിലെ 60 ലക്ഷം പേർക്ക് കൊടുക്കുമ്പോൾ കേന്ദ്രം തരുന്നത് 10 ലക്ഷം പേർക്ക് മാത്രമാണ്. എങ്കിലും എന്തിനാ ഇത്രയധികം കോലാഹലം കൂട്ടുന്നത്? കേന്ദ്രാവിഷ്കൃത സ്കീമുകളിൽ ഇപ്പോൾ ഏറ്റവും വലിയൊരു സ്കീം കേന്ദ്രം മുന്നോട്ട് വെച്ചിട്ടുള്ളത് മുദ്രാ വായ്പകളാണ്. അതിന് കേന്ദ്ര സർക്കാരിന് ചിലവൊന്നുമില്ല. ബഡ്ജറ്റിൽ നിന്ന് ബാങ്കുകൾ വായ്പ നൽകണം സാധാരണക്കാർക്ക്, പാവപ്പെട്ടവർക്ക്. നല്ല കാര്യമാണ്. അതിൽ 3 തരത്തിലുണ്ട്. ശിശു വായ്പകൾ, ചെറിയ വായ്പകൾ 50,000 രൂപ വരെ, പിന്നെ കിഷോർ 5 ലക്ഷം രൂപ വരെ, തരുൺ 10 ലക്ഷം രൂപ വരെ. ഇങ്ങനെ 3 തരത്തിലുള്ള വായ്പകളാണ് നൽകുന്നത്. ഇതുവരെ 38 കോടി വായ്പകൾ ഈ സ്കീം വഴി നൽകിയിട്ടുണ്ട്. 2015 ആരംഭിക്കുന്നത്. അതിന് ശേഷമുള്ളതാണ് 38 കോടി എന്ന് പറയുന്നത്. അതുവഴി ഏതാണ്ട് 24 ലക്ഷം കോടി വായ്പയും കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വായ്പ കൊടുത്തത് കഴിഞ്ഞ വർഷമാണ്. അതിൽ എത്രയാണ് ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഉള്ളത്? ഈ 3 സംസ്ഥാനങ്ങളിൽ 3.34 കോടി കുടുംബങ്ങളാണുള്ളത്. ഈ 3.34 കോടി കുടുംബങ്ങളിൽ 78 ലക്ഷം കുടുംബങ്ങൾക്ക് കഴിഞ്ഞ വർഷം കൊടുത്തു മുദ്രാ ലോൺ. ഏതാണ്ട് 4/1 കുടുംബങ്ങൾക്ക്. അതിക്ക് മുമ്പ് വേറെയും കൊടുത്തു കാണും. കഴിഞ്ഞ വർഷം കൊടുത്തത് മാത്രമാണ് ഞാൻ പറയുന്നത്. ശരാശരി വായ്പാ തുക എടുത്താൽ 75,000 രൂപ. ഇത് BJPക്കാരാ തീരുമാനിക്കണം ആർക്ക് കൊടുക്കണമെന്നുള്ളത്. ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഈ വായ്പ കിട്ടും, അപേക്ഷ കൊടുത്താൽ മതി. ഇനി ബാങ്കിൽ പോകാൻ പ്രയാസമുണ്ടെങ്കിൽ ബാങ്ക് അല്ലാത്ത നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങൾ വഴിയും കൊടുക്കുന്നുണ്ട്. അവയ്ക്കുള്ള പണം ബാങ്ക് കൊടുക്കുന്നതാണ് ഈ വായ്പ നൽകാൻ വേണ്ടി. ഈ വായ്പയുടെ പ്രത്യേകത എന്താ? ഇന്ത്യ സർക്കാർ ഒരു പുതിയ ഗ്യാരണ്ടി സ്കീം കൊണ്ടുവന്നു. മുദ്രാ ലോൺ വായ്പ എടുത്താൽ അതിൽ തിരിച്ചടവ് മുടങ്ങി നിഷ്ക്രിയ ആസ്തിയായാൽ 75% കേന്ദ്ര സർക്കാർ നൽകും. അതിന് പ്രത്യേക ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ബഡ്ജറ്റിൽ നിന്ന് പണവും നീക്കി വച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് നൽകുക. 25% ബാങ്കുകൾക്ക് നഷ്ടമാകും. അതുകൊണ്ട് എന്താ ധനകാര്യമന്ത്രി ചെയ്യുക, അല്ലെങ്കിൽ ധനമന്ത്രാലയം ചെയ്യുക? ഓരോ ബാങ്കിനും ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട് മുദ്രാ ലോൺ ഈ വർഷം എത്ര കൊടുക്കണമെന്നുള്ളത്. ഓരോ സംസ്ഥാനത്തും എത്ര വെച്ച് കൊടുക്കണമെന്നുണ്ട്. സംസ്ഥാനത്തോ BJP ഇടനിലക്കാർ പറയുന്നവർക്കാണ് വായ്പ കിട്ടുക. അത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികൾ എന്ന് പറയുമ്പോൾ പിന്നെ വേറെ ട്രാൻസ്പെറൻസി പ്രശ്നമൊന്നുമില്ല. ഇടപെട്ട് വായ്പ നൽകിക്കാം. അത്തരത്തിലാണ് വായ്പ നൽകുന്നത്.
ഒന്ന് ഓർത്തു നോക്കിക്കേ, തെരഞ്ഞെടുപ്പ് വർഷത്തിൽ 25% കുടുംബങ്ങൾക്ക് ഈ 3 സംസ്ഥാനങ്ങളിൽ 75,000 രൂപ ശരാശരി വായ്പ കൊടുത്തു. ഇനി 2015 മുതലുള്ള കണക്കെടുത്താലോ, 25% കുടുംബങ്ങൾക്കല്ല കൊടുത്തിട്ടുള്ളത്. ഈ 3 സംസ്ഥാനങ്ങളിൽ 100% വീടുകൾക്കും കൊടുത്തു. അതിനപ്പുറം പോയിട്ട് 130% കുടുംബങ്ങൾക്കും വായ്പയുണ്ട്. 130% എങ്ങനെ വരാ? എന്നുവെച്ചാൽ ഒരു കുടുംബത്തിന് ഒന്നിലേറെ വായ്പകളുണ്ടെന്ന്. അത് തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾക്ക് കൊടുക്കുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താ? BJP അനുഭാവികളെ BJPക്ക് പിടിക്കേണ്ടവർക്ക് ഒരു വായ്പയല്ല പല വായ്പ കൊടുക്കുകയാണ്. നഷ്ടം വന്നാൽ ആർക്ക് പോവും? ഇത് വലിയൊരു കൊള്ളയാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബാങ്കിന് പോകും 4 തുക, ചെറിയ തുകയല്ല, 24 ലക്ഷം കോടി രൂപയാണ്. അത്രയും ഭീമമായിട്ടുള്ള തുക അത് നിഷ്ക്രിയ ആസ്തിയായി കഴിഞ്ഞാൽ ബാങ്കിന് ഒരു 5 ലക്ഷം കോടി രൂപ നഷ്ടപ്പെടും, സർക്കാരിന് 15 ലക്ഷം കോടി നഷ്ടപ്പെടും. രാഷ്ട്രീയ കളിക്ക് ഉപയോഗിക്കുകയാണിത്. നമ്മുടെ കേരളത്തിൽ എത്രയാണ് ആർക്കാ കിട്ടിയെന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. ഇതുപോലെ തന്നെയാണ് ഈ തെരുവ് കച്ചവടക്കാർക്കുള്ള വായ്പ. പല സ്കീമുകളും ഇത്തരത്തിൽ രാഷ്ട്രീയത്തിന് വേണ്ടി നഗ്നമായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതായാലും മുദ്രാ വായ്പ വടക്കേ ഇന്ത്യയിൽ വളരെ കൃത്യമാണ്. UP ഇലക്ഷനിലും ഈ കാര്യം പുറത്തു വന്ന ഒരു വസ്തുതയാണ്. തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ഓരോ കുടുംബത്തിനും 1-2 ലക്ഷം രൂപ കൊടുക്കുകയാണ്. കൊടുക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് തിരിച്ചടക്കേണ്ടതില്ല, നിങ്ങളെടുത്തോളൂ, ബാങ്കിന് സർക്കാർ കൊടുത്തോളൂ. ഇത്തരത്തിൽ നഗ്നമായിട്ട് ബാങ്കിൻ്റെ പണം ഉപയോഗിച്ച് വോട്ട് പിടിക്കുന്ന ഒരു പരിപാടിക്ക് BJP ഇന്ത്യയിൽ ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. ഇതിനെ തുറന്നു കാണിക്കേണ്ടതുണ്ട്. ഇതുപോലെ തെരഞ്ഞെടുപ്പ് അഴിമതി നമുക്ക് മറ്റൊന്ന് കണ്ടെത്താനാവില്ല.